ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. നമുക്ക് കുരിശ് വരച്ചുകൊണ്ട് ആരംഭിക്കാം ഇല്ലേ? കുരിശ് ഇഷ്ടമാണോ? കുരിശാണല്ലോ നമ്മുടെ ജീവിതം ഇല്ലേ? പക്ഷേ കുരിശിൻ്റെ പൂർണ്ണമായ ഒരർത്ഥം മനസ്സിലാക്കിയൊന്ന് വരയ്ക്കാം എല്ലാവരും. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ വയ്ക്കുക. അവിടെ നിർത്തൂ. കണ്ടോ, എവിടെയാ ശത്രു? ശത്രു നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അവിടെ ഇരിക്കട്ടെ കൈ. ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ. തമ്പുരാൻ എവിടെയാ? തമ്പുരാൻ നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ശത്രു നമ്മുടെ ഉള്ളിലുണ്ട്, പിന്നെ ആരുണ്ട്? തമ്പുരാൻ നമ്മുടെ ഉള്ളിലുണ്ട്. പേടിക്കണ്ട. ആർക്കാ ശക്തി? തമ്പുരാൻ. ആ തമ്പുരാൻ എന്ത് ചെയ്തു? കുരിശിലൂടെ നമ്മളെ രക്ഷിച്ചു ഇല്ലേ? ആ തമ്പുരാൻ്റെ പേരെന്താ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള തമ്പുരാൻ. എന്തിനാണ് പിതാവ്, പുത്രൻ? കണ്ടോ, പിന്നെ കുരിശടയാളത്തിലൂടെ വന്നപ്പോൾ ഈ ഇടതുവശത്ത് നിന്ന് നമ്മളെല്ലാവരും വലതുവശത്തേക്ക് മാറി. എങ്ങനെ മാറി? കുരിശിലൂടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും. കൈവിടല്ലേ? ഇപ്പം എവിടെയാണ് നമ്മളിപ്പോൾ? ഇപ്പം നമ്മളെവിടെയാ? വലതുവശത്ത്. നമ്മളെവിടെയായിരുന്നു? ഇടതുവശത്തായിരുന്നു. എങ്ങനെ നമ്മൾ ഈ വലതുവശത്തേക്ക് വന്നു? വിശുദ്ധ കുരിശിനാൽ. ഇപ്പം നമ്മളെവിടെയാ? വലതുവശത്ത്. നമ്മളെവിടെയായിരിക്കും? അന്ത്യദിനത്തിൽ നമ്മളെവിടെയായിരിക്കും? അപ്പോൾ ഒന്നും കൂടി ബോധ്യത്തിൽ, ഒന്നും കൂടി ആരംഭം മുതൽ വരച്ച് എങ്ങനെയാണ് നമ്മൾ വലതുവശത്ത് വന്നത്? വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അപ്പോൾ നമ്മൾ ഈ വിശുദ്ധ കുരിശിനാൽ കർത്താവ് നമ്മളെല്ലാവരെയും വലതു ഭാഗത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ആര് കൊണ്ടുവന്നു? കർത്താവ്. എങ്ങനെ കൊണ്ടുവന്നു? തൻ്റെ കുരിശിലെ ജീവബലിയിലൂടെ. നമ്മളെ ഇടതേതിനനുസരിച്ചുണ്ടായിരുന്ന ജീവിത രീതിയിൽ നിന്നും വലത്തേതിലേക്ക് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു രഹസ്യത്തിൻ്റെ ആവിഷ്കരണവും അതിൻ്റെ അനുഭവമാണ് നമ്മുടെ ജീവിതം. കർത്താവ് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കണം. കർത്താവ് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കണം കേട്ടോ. കുരിശിൽ കിടക്കുന്ന കർത്താവിനൊന്ന് നോക്കിയേ. കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞോ? ചെയ്തു കഴിഞ്ഞോ? ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടി കർത്താവ് എന്തെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടോ? ആ കർത്താവ് ഇന്ന് എവിടെയാണ്? നമ്മുടെ ഉള്ളിലാണ്. അതാണ് കർത്താവ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള നമ്മുടെ കർത്താവ് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. നമുക്കൊരു നിമിഷം കണ്ണടച്ച് നമ്മിൽ വസിക്കുന്ന ആ കർത്താവിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. അഥവാ ആ കർത്താവിൻ്റെ ആ ജീവിതവുമായിട്ട് നമുക്ക് ലയിക്കാം. ദൈവം നമ്മെ സൃഷ്ടിച്ചത് ദൈവത്തിന് വേണ്ടിയാണ്. ദൈവം എന്തിനു നമ്മെ സൃഷ്ടിച്ചു? ദൈവത്തിന് വേണ്ടി. ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ച നമ്മൾ ഓരോരുത്തരെയും ദൈവം കയ്യിലെടുത്ത് വാത്സല്യത്തോടെ കൊണ്ടുവന്നിരിക്കുന്നു. ഈശോ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ധാരാളം സ്ഥലങ്ങളുണ്ട്. ഞാൻ പോയി
സ്ഥലമൊരുക്കി ഞാൻ വീണ്ടും വന്ന് ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കുന്നതിന് ഞാൻ നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. കണ്ണടച്ച് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഓ പരിശുദ്ധാത്മാവേ, ഓ എൻ്റെ യേശുവേ, ഓ എൻ്റെ പിതാവേ, ഞാനങ്ങേ ആരാധിക്കുന്നു. അങ്ങ് പൂർണ്ണമായും എന്നിൽ വസിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ വിസ്മരണീയമായ സ്നേഹം എന്നിൽ അണപൊട്ടി ഒഴുകട്ടെ. അങ്ങയുടെ വിസ്മരണീയമായ ജ്ഞാനം എന്നിൽ നിറഞ്ഞ് കവിയട്ടെ. ഓ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ദൈവികമായ രഹസ്യങ്ങളെക്കുറിച്ചും ദൈവവുമായിട്ടുള്ള വലിയ ലയനത്തിൻ്റെ അനുഭവം എനിക്ക് നൽകണമേ. എൻ്റെ എല്ലാ ബലഹീനതകളും പാപവാസനകളും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈശോയെ അങ്ങെന്നെ വിളിച്ചത്. അങ്ങേക്ക് എന്നെ അറിയാം, അങ്ങേക്ക് എന്നെ മുഴുവനായി അറിയാം. ഓ ദൈവമേ, എനിക്ക് എന്നെ മാറ്റാൻ സാധ്യമല്ല, എന്നാൽ അങ്ങേക്ക് ഒരു നിമിഷം കൊണ്ട് എന്നെ മാറ്റാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓ ദൈവമേ, ഇതാ ഈ നിമിഷം ഈ ധ്യാനത്തിലേക്ക് എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുമ്പോൾ ഈ ധ്യാനം എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു സംഭവമായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈശോയെ, എൻ്റെ മണവാളനായ ഈശോ, മണവാട്ടിയായ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നറിയാൻ ഈ ദിവസങ്ങൾ ഇടയാകണമേ. അങ്ങയുടെ മണവാട്ടിയാണ് ഞാൻ. എനിക്ക് അങ്ങേക്കാളുപരി മറ്റൊന്നും ഇല്ല. എല്ലാറ്റിലും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. സങ്കീർത്തനം 63:8 വചനത്തിൽ പാടുന്നു, എൻ്റെ ആത്മാവങ്ങയോടൊട്ടി ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വലത്തു കൈ എന്നെ താങ്ങി നിർത്തുന്നു. എൻ്റെ ആത്മാവങ്ങയോടൊട്ടി ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വലത്തു കൈ എന്നെ താങ്ങി നിർത്തുന്നു. ആമേൻ. സ്നേഹമുള്ളവരെയും, എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇത്രയും സ്നേഹമുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ അടുത്തും സിസ്റ്റേഴ്സ് ആകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരുടെയും മുമ്പിൽ കർത്താവ് എന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തിലൂടെ നിങ്ങൾ ഓരോരുത്തരിലും വലിയ അനുഗ്രഹങ്ങൾ ചൊരിയുന്നതിന് വേണ്ടിയാണ്. 2 പ്രധാന ഗ്രൂപ്പുകളാണ് നിങ്ങൾ. ഒന്ന്, വർഷങ്ങളായി കർത്താവിന് വേണ്ടി ജീവിതം അർപ്പിച്ച് 25, 35, 45 എല്ലാം വർഷം ശുശ്രൂഷ ചെയ്ത
ബഹുമാന്യരായ സിസ്റ്റേഴ്സ്, നിങ്ങളോട് കർത്താവ് പറയുന്നത് എന്തായിരിക്കും എന്നറിയാമോ? കർത്താവ് പറയാണ്, വെൽ ഡൺ, കൊള്ളാം. നിങ്ങൾ ഇത്രയും നാൾ വിശ്വസ്തയോടെ എനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തതുകൊണ്ട് ഞാൻ നിങ്ങളെ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പോവുകയാണ്. എന്തു പറയണം? ഒരു പ്രമോഷൻ വേണോ? മുമ്പിലിരിക്കുന്നവർക്കല്ല, വെള്ളക്കുപ്പായക്കാർക്ക്. കർത്താവ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്താലും പറയും, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, നീ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തയായതുകൊണ്ട് നിന്നെ ഞാൻ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും. ഇനി മുമ്പിലിരിക്കുന്നവരോട് എന്തു പറയും? വരുവിൻ, എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ എനിക്ക് നിങ്ങളെ ആവശ്യം, നിങ്ങൾക്കും ഉചിതമായി വേതനം തരും. അല്ലെങ്കിൽ വരുവിൻ, നിങ്ങൾ എൻ്റെ ഓമന മക്കളാണ്, മുന്തിരിത്തോട്ടത്തിൽ എന്നെ സഹായിക്കാൻ, എൻ്റെ ശാഖയാകാൻ വരുവിൻ. അങ്ങനെ വന്നിട്ടുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും. പക്ഷെ ചിലർക്കൊക്കെ ഒരു സംശയമുണ്ട്, ഇത് തന്നെയാണോ എൻ്റെ മുന്തിരിത്തോട്ടം? അത് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ മനസ്സിലാവും. അതോടൊപ്പം നമുക്ക് മനസ്സിലാകും, ഇത്രയും ബലഹീനരായ നമ്മളെ കർത്താവ് ഇത്രയും സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട്. ഇത്രയും ബലഹീനരായ എന്നെ കൊണ്ട് ഈ വലിയ വിളി ചെയ്യാൻ പറ്റുമോ? പറ്റും. എങ്ങനെ പറ്റും? കർത്താവിൻ്റെ ബലം. അതാണ് ഈശോ പൗലോസ്ലിയോട് വരെ പറഞ്ഞത്, വെൻ യു ആർ വീക്ക് യു ആർ സ്ട്രോങ്. നിങ്ങളുടെ ബലഹീനതയിൽ ഞാൻ തന്നെ നിങ്ങളെ ശക്തിപ്പെടുത്തും. കർത്താവ് തിരഞ്ഞെടുത്തിട്ടുള്ളവരെല്ലാവരും ബലഹീനരെ തന്നെയാണ്. ഒരു ബലവാന്മാരെയും കർത്താവ് തിരഞ്ഞെടുത്തിട്ടില്ല. മോശ ഒരു കൊലപാതകിയായിരുന്നിട്ടും തിരഞ്ഞെടുത്തു. മത്തായി, വലിയ പാപിയായിരുന്ന മത്തായിയുടെ വീട്ടിലേക്ക് ഈശോ കടന്നു എന്നിട്ട് പറഞ്ഞു, നിനക്കൊരു വൊക്കേഷൻ ഉണ്ട്. എന്തായിരിക്കും ഒരു വൊക്കേഷൻ പ്രൊമോട്ടർ മത്തായിയുടെ വീട്ടിൽ ചെല്ലുകയാണെങ്കിൽ കയറും അങ്ങോട്ടേക്ക്. നമ്മുടെ ഇന്നത്തെ വൊക്കേഷൻ പ്രൊമോട്ടേഴ്സാണെങ്കിൽ പറയും, ശരി, അവരൊക്കെ മഹാമോശം, അവരൊന്നും നമ്മുടെ കോൺഗ്രിഗേഷനിൽ ശരിയാവില്ല. അവിടെ ഉണ്ടായിരുന്ന ഫരിസേയരും നിയമജ്ഞരും എല്ലാവരും പറഞ്ഞു, ഈ മത്തായി മഹാമോശമാണ്, ചുങ്കക്കാരൻ, പാപി, അവൻ്റെ വീട്ടിൽ പോലും കയറാൻ പാടില്ല. പക്ഷേ നമ്മുടെ പുതിയ വൊക്കേഷൻ പ്രൊമോട്ടർ കർത്താവ് ഈശോ മിശിഹ എന്തു ചെയ്തു? ചെന്നിട്ട് പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ തേടിയല്ല. ആരെ തേടിയാണ്? പാപികളെ തേടിയാണ്. അപ്പോൾ നിങ്ങൾ പാപിയാണോ? എങ്കിൽ നിങ്ങൾക്കാണ് ഈ വൊക്കേഷൻ. ഈശോ മത്തായിയുടെ പഴയ ജീവിതത്തെ വല്ലതും നോക്കിയോ? നോക്കുന്നില്ല. പക്ഷെ നമ്മളെല്ലാവരും നോക്കുന്നുണ്ട്. അതാണ് നമ്മൾക്കിനി കണ്ണടയ്ക്കേണ്ടത്. നമ്മുടെ പഴയ ജീവിതത്തെ കർട്ടനിട്ട് അവസാനിപ്പിക്കുക. നമ്മളിവിടെ വന്നിരിക്കുന്നു ഒരു പുതിയ ജീവിതത്തിന് വേണ്ടിയാണ്. മത്തായിയുടെ പഴയ ജീവിതത്തിലേക്ക് ഈശോ നോക്കിയേയില്ല. എന്താണ് ഈശോ മത്തായിയിൽ കണ്ടത്? അവൻ എത്ര പാപം ചെയ്തെന്നോ, അവൻ എത്ര ചുങ്കം പിടിച്ച ആളുകളെ പറ്റിച്ചു എന്നൊന്നുമല്ല. മത്തായിയിൽ മറ്റാരും കാണാത്ത, ഉറങ്ങിക്കിടക്കുന്ന, അകത്ത് കിടക്കുന്ന ഒരു വലിയ വിളി, ഒരു ദൈവവിളി. എന്തായിരുന്നു ആ ദൈവവിളി? അപ്പസ്തോലൻ, 12 അപ്പസ്തോലരിൽ ഒരുവനും 4 സുവിശേഷ കർത്താക്കളിൽ ഒരുവനും എന്ന വിളിയാണ് കർത്താവ് കണ്ടത്. സ്നേഹമുള്ളവരെ, ഇതാണ് നമ്മൾ കാണേണ്ടത്.
ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ആ വിളി കാണണം. അപ്പോൾ മറ്റുള്ള മുതിർന്നവരായിട്ടുള്ളവർ എന്ത് കാണണം? വിളിക്കുള്ളിൽ ഒരു വിളി കാണണം. വിളിക്കുള്ളിൽ ഒരു വിളി. ഇപ്പം ധ്യാനം 2 തരത്തിൽ ധ്യാനമാവുമല്ലോ അല്ലേ? ഒന്ന് ജൂനിയേഴ്സിനുള്ള ടോക്ക്, അതിൻ്റെ ഇടയിൽ സീനിയേഴ്സിനുള്ള ടോക്ക്. കുഴപ്പമില്ല, ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റൂല്ലേ? അപ്പോൾ സീനിയേഴ്സ് എന്ത് കാണണം? നമുക്ക് വിളിക്കുള്ളിൽ ഒരു വിളിയുണ്ട്. നമ്മളിപ്പോൾ ലോകമെമ്പാടും ഉള്ള ഒരു തരംഗം ഇപ്പോൾ എന്താണ്? മദർ തെരേസ അല്ലെങ്കിൽ സെൻറ്റ് തെരേസ ഓഫ് കൽക്കട്ട ഇല്ലേ? എന്നാൽ ഈ സെൻറ്റ് തെരേസ ഓഫ് കൽക്കട്ട എങ്ങനെയാണ് കൽക്കട്ടയിൽ വന്നത്? ഒരു സെയിൻ്റായിട്ടാണോ വന്നേ? സെയിൻ്റായിട്ട് തന്നെ. എന്തായാലും എന്ത് അവസ്ഥയിലാണ് വന്നത്? നിങ്ങളെല്ലാവരെയും പോലെ ഒരു സ്കൂൾ ടീച്ചറായിട്ട് വന്നു. ഒരു ടീച്ചറായിട്ട് വന്ന ആ കന്യാസ്ത്രീ സാധാരണഗതിയിൽ നമ്മളുടെ എല്ലാം പോലെയുള്ള സ്കൂളുകളിൽ പഠിപ്പിച്ചിരുന്നൊരു കന്യാസ്ത്രീ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു വിളിക്കുള്ളിലുള്ള ഒരു വിളി, വിളിക്കുള്ളിലുള്ള വിളി, കോൾ വിത്തിൻ ദ കോൾ. ആ വിളി കണ്ടെത്തിയപ്പോൾ വലിയൊരു പ്രമോഷൻ കിട്ടി. നോക്കിയേ, അവരാരായി മാറി. അപ്പോൾ നമ്മളെല്ലാവർക്കും വിളിക്കുള്ളിലൊരു വിളിയുണ്ട്. ആ വിളിക്കുള്ളിലെ വിളി നമ്മളുടെ ഉള്ളിൽ നിന്നും ഒരു പുതിയ ചക്രവാളം, എ ന്യൂ ഹോറിസോൺ തുറക്കും. ഞാനൊരു എൻജിനീയറായിരുന്നു, നല്ല എൻജിനീയറായിരുന്നു, നല്ല ജോലി ചെയ്തിരുന്ന ആളായിരുന്നു. പക്ഷേ എന്നെ കർത്താവ് ആ വിളിയിൽ നിന്നും ദൈവരാജ്യത്തിൻ്റെ എൻജിനീയറായിട്ടൊരു വിളി കഴിഞ്ഞ 25 വർഷമായിട്ട് ഫുൾ ടൈം ഈശോയുടെ സുവിശേഷ പ്രഘോഷണത്തിലേക്ക് എന്നെ വിളിച്ചു. വിളിക്കുള്ളിലെ വിളി. അങ്ങനെ വിളിച്ചു കഴിഞ്ഞതോടൊപ്പം അതിനാവശ്യമായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും വരങ്ങളും എല്ലാം ഇങ്ങനെ തരും. സ്നേഹമുള്ളവരെ, അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നുവെങ്കിൽ ആ വിളിയുടെ പൂർണ്ണതയിലെത്തിക്കുന്നതിന് വേണ്ടതെല്ലാം ദൈവം തന്നെ നമുക്ക് തരും. നമ്മളൊരു ആശാരിയെ വിളിച്ചു, ഈ പീഠമുണ്ടാക്കാൻ വിളിച്ചുവെങ്കിൽ ആ ആശാരി എന്ത് കൊണ്ടുവരണം? ആശാരിയുടെ കയ്യിൽ ഉപകരണങ്ങൾ ഉണ്ടാകണം. ആ ഉപകരണം ആണ് നമ്മുടെ വിളിക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളാണ് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളും ജ്ഞാനവും. ഈ ധ്യാനത്തിൽ നിങ്ങളത് കൂടുതൽ ആഴമായി കണ്ടെത്തണം. നമ്മുടെ സ്വന്തം കഴിവുകൾ വളരെയധികം ഉണ്ടാകും. എന്നാൽ ആ കഴിവുകളേക്കാൾ ഉപരി പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത സിദ്ധികൾ നമ്മളെല്ലാവരിലും ഉണ്ട്. എല്ലാവരിലും അത്ഭുത സിദ്ധികൾ. ആ പരിശുദ്ധാത്മാവിൻ്റെ സ്വമേധയാ ഉള്ള പ്രവർത്തനത്തിലൂടെ നമ്മളെ വിശുദ്ധീകരിക്കുകയും നമ്മളെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കുകയും നമ്മളെ നീതീകരിക്കുകയും നമ്മളെ മഹത്വീകരിക്കുകയും നമ്മളെ ശക്തരായ പ്രേക്ഷിതരായി അല്ലെങ്കിൽ പ്രവാചകരായി അല്ലെങ്കിൽ മറ്റൊരു ക്രിസ്തുവായി ഉപയോഗിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒന്നുകൊണ്ടും തളരുകയോ ബലഹീനതയിലേക്ക് നോക്കി വിഷമിക്കുകയോ അല്ല ചെയ്യേണ്ടത്. കർത്താവിലേക്ക് നോക്കി ശക്തി സംഭരിക്കുക. ആ ശക്തിയിൽ ജ്വലിക്കുന്ന തീപന്തങ്ങളാകണം നമ്മൾ, പ്രകാശമാകണം. നിങ്ങളുടെ എന്തെല്ലാം പരാജയങ്ങളുണ്ടോ അതിൻ്റെ മുകളിൽ ചവിട്ടിക്കയറി വിജയ പതാക ഉയർത്തണം.
നമ്മുടെ ഈശോ വിജയസഭയുടെ ഈശോയാണ്, വിജയിച്ച ഈശോയാണ്. ആ വിജയിച്ച ആത്മാവാണ് നമ്മളിലുള്ളത്. ആ വിജയിച്ച ചൈതന്യം നമ്മളിൽ മൂടി വയ്ക്കാനുള്ളതല്ല, അത് പുറത്ത് പ്രകാശിപ്പിക്കാനുള്ളതാണ്. സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുടെ ഈ ജനറലേറ്റിലേക്ക് കടന്നു വന്നപ്പോൾ വാതിക്കൽ നിന്ന് തന്നെ ഒരു സിസ്റ്റർ എന്നെ സ്വീകരിച്ച് എന്നെ പാർലറിലേക്ക് കൊണ്ടുവന്നു. ഞാൻ അവിടെ ഇരുന്നപ്പോൾ നേരെ നോക്കിയപ്പോൾ കാണുന്നത് ഒരു മനോഹരമായ ചിത്രമാണ്. എന്താണ് ആ ചിത്രം? ഈശോ ഗെത്സമനിയിൽ പ്രാർത്ഥിക്കുന്ന ചിത്രം. ഇന്ന് രാവിലെ ഞാൻ 4-4:30 മണിക്ക് ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് കുറേ ദൂരമുള്ള എമ്മാവൂസിൽ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച് ആരാധിക്കുന്ന കുറേ പേർക്ക് ടോക്ക് കൊടുക്കാൻ 5 മണിക്ക് അവിടെ എത്തി. ഞാൻ അവിടെ പറഞ്ഞ വിഷയം ഇതായിരുന്നു: ഈശോ ഗെത്സമനിയിൽ പ്രാർത്ഥിക്കുന്നു. ഈ ചെറിയൊരു ചിന്ത പറഞ്ഞിട്ട് നമ്മൾ നിർത്താൻ പോവുകയാണ്. ആരും വിഷമിക്കണ്ട, ഭയപ്പെടണ്ട. ഞാൻ വലിയൊരു ടോപ്പിക്കിലേക്ക് കയറാൻ പോകുന്ന മാതിരി തോന്നാണില്ലേ? ഈശോ ഗെത്സമനിയിൽ പ്രാർത്ഥിക്കും. എൻ്റെ ദൈവമേ, ഇനി ഇത് എത്ര നേരം ഇത് പറയാവുന്നില്ലേ? അങ്ങനെ ആരോ ചിന്തിക്കണതായിട്ട് എൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് വിഷമിക്കണ്ട. പറയാൻ പോണ കാര്യം ശ്രദ്ധിച്ച് കേട്ടോ. വലിയൊരു രഹസ്യമാണ് പറയാൻ പോണത്. ഇപ്പോൾ ബൈബിള് നാളെ കൊണ്ടുവന്നാൽ മതി. എല്ലാവരും നാളെ ബൈബിൾ കൊണ്ടുവരണമല്ലോ. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ 32-ാമത്തെ വചനത്തിൽ പറയുകയാണ്. മർക്കോസ് 14:32. ബൈബിളുണ്ടോ കയ്യിൽ? വെരി ഗുഡ്. എല്ലാവരും ഒന്ന് എടുത്തൊന്ന് വായിച്ചത് നല്ല കാര്യമായിരിക്കും കേട്ടോ. മർക്കോസ് 14-ാം അധ്യായത്തിൽ 32-ാമത്തെ വചനം പറയുന്നത്, ഒന്ന് ഉറക്കെ വായിക്കാം. ഏറ്റവും ശബ്ദമുള്ള സിസ്റ്റർ ഒന്ന് ഒച്ചിട്ട് വായിച്ചു. അവൻ ഗെത്സമനി എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തെത്തി അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിവിടെ ഇരിക്കുവിൻ. ഒന്നെല്ലാവരും അതൊന്ന് ഏറ്റു പറയാമോ? എല്ലാവരും അതിരം തുറന്ന് പറയുക. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. ഒന്നുകൂടി. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. ഒന്നുകൂടി മനസ്സിലൊരു ഫീൽ ചെയ്തിട്ട് പറഞ്ഞ്, ഈശോ ഇപ്പം നമ്മളോട് പറയുകയാണ്. ആ ഈശോ അന്ന് ഗെത്സമനിയിൽ പ്രാർത്ഥിക്കുന്ന ഈശോ ആണോ ഇവിടെ ഉള്ളത്? ആ ഈശോ നിത്യപുരോഹിതനാണോ? ആ നിത്യപുരോഹിതൻ്റെ പ്രാർത്ഥന നിർത്തപ്പെടുന്നുണ്ടോ? ആ നിത്യപുരോഹിതൻ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ ഒന്ന് ചിന്തിച്ച്, ഈശോ ഇപ്പോൾ നമ്മളോട് പറയുകയാണ്, എൻ്റെ അടുത്ത് വാ, നിങ്ങൾ എൻ്റെ അടുത്ത് ഇരിക്കുവിൻ. ഒന്നുകൂടി എല്ലാവരും. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ഇരിക്കുവിൻ. ഇപ്പോൾ ആരാ പ്രാർത്ഥിക്കുന്നേ? ആരാ പ്രാർത്ഥിക്കുന്നേ? ഉച്ചത്തിൽ പറഞ്ഞേ, ഈശോ. എന്തു വേണം? ആര് പ്രാർത്ഥിക്കണതോ നല്ലത്? നമ്മൾ പ്രാർത്ഥിക്കണതോ ഈശോ പ്രാർത്ഥിക്കണതോ? കാര്യം എളുപ്പമായോ? ആര് പ്രാർത്ഥിക്കണത് നല്ലത്? ഈശോ പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇപ്പനെ തന്നെ ഈശോയോട് പറയാം, ഈശോയെ ഞാനിതാ നിൻ്റെ അടുത്ത്. ആ അടുത്ത് വരിക എന്നതാണ്. നിങ്ങൾ എൻ്റെ അടുത്ത് വായോ, എൻ്റെ അടുത്തൊന്ന് ഇരുന്നാൽ മതി. അതാണ് ഈ 5 ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്നത്.
5 ദിവസം മുഴുവൻ നമ്മൾ എന്ത് ചെയ്യാം? ഞാനിവിടെ വന്നിരിക്കുന്നത് ഈശോയുടെ അടുത്ത് ഇരിക്കുന്നു. ഈശോ എന്ത് ചെയ്യുന്നു? ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമാധാനമായി. ഇനി പ്രാർത്ഥിക്കണ്ട നിങ്ങൾ. ആര് പ്രാർത്ഥിക്കും? ഈശോ പ്രാർത്ഥിക്കും. ഈശോ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കും. നമ്മളല്ല വാസ്തവത്തിൽ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഞാനല്ല, എന്നിൽ ക്രിസ്തു പ്രാർത്ഥിക്കുന്നു. ഞാനല്ല പ്രാർത്ഥിക്കുന്നത്. ആര് പ്രാർത്ഥിക്കുന്നു? എന്നിൽ വസിക്കുന്ന ഈശോ ആണ് പ്രാർത്ഥിക്കുന്നത്. ഈ ആശയത്തിൽ നമ്മൾ ഇന്ന് നമ്മുടെ ശയനമുറിയിലേക്ക് പോകുമ്പോൾ, നമ്മൾ കിടക്കുമ്പോഴും ഈശോയ്ക്ക് വേണ്ടി, നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മൾ പോകണം. ഇതാണ് ഈ ധ്യാനത്തിൻ്റെ ഏറ്റവും പ്രധാന ഒരു വിഷയം. ഈശോ പ്രാർത്ഥിക്കുന്നു. പിന്നെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നത് നാളെ പഠിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഈശോയോട് അല്പം മുട്ടിയിരിക്കുകയാണ്. ഈശോയെ, ഞാൻ നിൻ്റെ കൂടെ തന്നെയുണ്ട്, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിനക്കുള്ളതെല്ലാം എനിക്കുള്ളതാണ്. നിനക്കുള്ളതെല്ലാം എനിക്കുള്ളത്. നമുക്ക് ഒരു നിമിഷം വീണ്ടും പ്രാർത്ഥിക്കാം. എന്നിൽ വസിക്കുന്ന ഈശോയെ, ഇതാ ഞാൻ അങ്ങയുടെ അടുത്തിരിക്കുന്നു. അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ മൗനമായി പ്രാർത്ഥിക്കാം. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, മൗനമായി, എന്നിൽ വസിക്കുന്ന ഈശോയെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവേ, മക്കളെ എല്ലാവരെയും അങ്ങയുടെ ജ്ഞാനത്താൽ നിറയ്ക്കണമേ, അങ്ങയുടെ സ്നേഹത്താൽ പൊതിയണമേ. ഓ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ജ്ഞാനം നൽകണമേ, അങ്ങയുടെ സ്നേഹം നൽകണമേ. ഈശോയെ, അങ്ങ് പിതാവിനോട് പ്രാർത്ഥിച്ചു. ഓ അബാ പിതാവേ, നമ്മളൊന്നായിരിക്കുന്നത് പോലെ ഇവർ നമ്മളുമായിട്ട് ഒന്നാകുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോ പ്രാർത്ഥിച്ചു, പിതാവേ, ഏക സത്യദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ഓ പിതാവേ, ആ അറിവിൽ ഞങ്ങളെ വളർത്തണമേ. ഓ ഈശോയെ, ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ആത്മാവിൽ അങ്ങ് പ്രാർത്ഥിക്കുന്നു. ഞാനൊരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, മക്കളെ, അങ്ങയുടെ പുതിയ ചൈതന്യം കൊണ്ട് നിറയ്ക്കണമേ. അങ്ങയുടെ ആത്മാവിൻ്റെ പുതിയ ചൈതന്യം നൽകണമേ. ഞങ്ങളുടെ ആത്മാവിൽ ലയിക്കണമേ. ഞങ്ങളുടെ ആത്മാവിൽ നിറയണമേ. ഞങ്ങളുടെ ആത്മാവിൽ പടരണമേ. ഞങ്ങളുടെ ആത്മാവിലൂടെ ലോകം മുഴുവൻ പ്രസരിക്കണമേ. എൻ്റെ ആത്മാ അങ്ങയോടൊട്ടി ചേർന്നിരിക്കുന്നു. എൻ്റെ ആത്മാവ് അങ്ങയോടൊട്ടി ചേർന്നിരിക്കുന്നു. അങ്ങയുടെ വലത്തു കൈ എന്നെ താങ്ങി നിർത്തുന്നു.